ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ അവിടെയാണ്. മുമ്പായിട്ട് വീഡിയോയുടെ ബാക്കിയാണ്. 6 മണി ആയപ്പോഴത്തേനാണ് JCB വന്ന് വഴി പൊട്ടിക്കാൻ തുടങ്ങിയത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് പുതുപ്പള്ളി പള്ളിക്കും പുതുപ്പള്ളി കവലയ്ക്കും ഇടയിൽ പൈപ്പ് പൊട്ടി റോഡിലുണ്ടായ ഒരു കുഴിയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതുമൂലം പുതുപ്പള്ളിയുടെ പല ഭാഗങ്ങളിലെ കുടിവെള്ള വിതരണം മുടങ്ങി. ഏറെക്കുറെ ഒരു 3-4 ദിവസമായി 7-ാം വാർഡ്, 8-ാം വാർഡ്, അതുപോലെ 14-ാം വാർഡ് അതിലേക്കുള്ള കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് പൊട്ടിയത്. അതുമൂലം നാട്ടുകാർ മുഴുവൻ ഭയങ്കര പരാതിയുമായി മെമ്പർമാരെ സമീപിക്കുകയും മെമ്പർമാർ അത് പഞ്ചായത്തിൽ പ്രസിഡന്റിനോട് പറയുകയും അതനുസരിച്ച് പ്രസിഡന്റ് വാട്ടർ അതോറിറ്റിയുടെ AE ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ പണി തീർത്ത് പൈപ്പ് മാറിക്കൊടുത്തേക്കാമെന്നാണ് ധാരണയായത്. അതനുസരിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി രാവിലെ മുതൽ ഇവിടെ കാത്തു നിൽക്കുകയും ഏറെക്കുറെ 3 മണിയോളമായി AE വന്നപ്പോഴത്തേന് അന്നേരമുണ്ടായ വാക്കുതർക്കമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്. ഞാൻ രണ്ടാമത് ഇതിൻ്റെ ബാക്കി ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പേര് എന്നെ വിളിക്കുകയും കുറച്ച് സ്ത്രീകളാണ്, ഞാൻ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം കൂടെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. രാവിലെ ഞാനിവിടെ വരുമ്പം ഏകദേശം 10:30 മണിയോളമായി. അന്നേരമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുകയും ഇതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം സംസാരിക്കുകയും അതിനെപ്പറ്റിയുള്ള വീഡിയോ ഇടുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം ഒരു 12 മണി ആയപ്പോഴത്തേന്, അന്നേരം എല്ലാം ഇവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 1 മണിക്ക് JCB വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ JCB വന്ന് വഴി പൊട്ടിക്കുന്നതും അതും കൂടെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്നത്. അന്നേരത്തേന് ഏറെക്കുറെ 12 മണിയോളം ആയപ്പോഴത്തേന് എനിക്ക് ഈ പഞ്ചായത്തിലെ മറ്റൊരു മെമ്പറായ ഈപ്പച്ചൻ എന്നെ ഫോൺ വിളിച്ചു. അത് നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ കാണാം ഏത് സമയമാണെന്നുള്ളത്. 12:51 ഈപ്പച്ചൻ എന്നെ വിളിക്കുന്നത്. ഏകദേശം 1 മണിയോടായപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരുവഞ്ചൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലിരിക്കുകയാണ്. അപ്പം ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് ഞങ്ങൾ പോരത്തുള്ളൂ. അതുകൊണ്ട് ഈ കുടിവെള്ള പ്രശ്നത്തിനായിട്ട് ഞങ്ങളവിടെ സമരം ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഈപ്പച്ചനും സുധനും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടച്ചൻ എന്നാണ് ഞങ്ങളെല്ലാം വിളിക്കുന്നത്. ഇവർ 2 പേരുമാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം സാധാരണ ഞാൻ അന്നേരം ഈപ്പച്ചനോട് ചോദിച്ചത്, ഈപ്പച്ച ഈ വിവരം അന്ന് രാവിലെ എന്നോട് പറയുമായിരുന്നു, ഞാനും കൂടെ വരത്തില്ലായിരുന്നോ ചോദിച്ചത്. അന്നേരം എന്നെ അറിയിക്കാനും ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്തിൻ്റെ ഇവിടെ പ്രസിഡന്റും മെമ്പർമാരും എല്ലാം ഇവിടെ ഇരിക്കുകയാണ്, അപ്പം ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇത്രയും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പിന്നീട് ഈപ്പച്ചൻ എന്നെ വിളിക്കുന്നത് ഉച്ച കഴിഞ്ഞാണ്. ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റും വാട്ടർ അതോറിറ്റിയുടെ AEയുമായിട്ട് തർക്കത്തിൽ ആ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈപ്പച്ചൻ എന്നെ വിളിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 3:04 ഈപ്പച്ചൻ എന്നെ വിളിക്കുന്നത്. അതുവരെ കുട്ടച്ചനോ സുധനോ എന്നെ ഫോൺ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇതുവരെ ഈ സന്ധ്യ വരെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഈപ്പച്ചന് അന്നേരം 2-3 പ്രാവശ്യം എൻ്റെ കോള് വന്നപ്പോഴെല്ലാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം അത് കട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും. അതിനും എല്ലാമായിട്ട് ഞാൻ പോന്നു. അത് നിങ്ങൾക്കറിയാം, അവിടെ ഒരു മരണം ഉണ്ടായത്, അവരുടെ വീട്ടിലും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് 2-3 സ്ത്രീകൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷം മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ടത് വേറെ ആൾക്കാരാണ്, അവരുടെ വീഡിയോ നിങ്ങൾ എടുത്തില്ല, മനഃപൂർവ്വമാണ് കാണിച്ചത്, പക്ഷേപാതം കാണിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇവരെ മാത്രമേ കോൺഗ്രസ്സുകാരുടെ മാത്രമേ വീഡിയോ ഇടും. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഭരണസമിതി LDFൻ്റെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവരുടെ ഏത് ഭരണസമിതി മാറി വരുന്ന അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിപ്പം UDF ഒന്നല്ല, LDF ഒന്നില്ല. കഴിഞ്ഞ ഭരണസമിതി LDF ആയിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ വീഡിയോ ധാരാളം ഞാൻ ഇട്ടിട്ടുണ്ട്. പഞ്ചായത്തിലെ ഓരോ കാര്യങ്ങൾക്കും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം വന്നിരിക്കുന്നത് UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഞാൻ അതൊന്നും നോക്കാറില്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നതെന്നോ നോക്കത്തുള്ളൂ. അവരൊരു കാര്യം പറയുന്നു, അന്നേരം പോയി വീഡിയോ എടുക്കുന്നു. അറിയിക്കുന്നവരുടെ മാത്രം ഞാൻ പോയി എടുക്കുന്നുണ്ട്. അല്ലാതെ ഈപ്പച്ചനും സുധനും തിരുവഞ്ചൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി അവിടെ ഇരിക്കുക എന്നുള്ള വിവരം ഞാൻ അറിയുന്നില്ല. ഞാൻ അറിയുന്ന ഉച്ചയ്ക്കാണ്. നമുക്ക് ഈ വിവരങ്ങളില്ല, ഇവരെല്ലാം മെമ്പർമാരെല്ലാം എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്നോ എന്നൊന്നും നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും
തന്നെ എൻ്റെ ഒരു സുഹൃത്തേരെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഈപ്പച്ചൻ എന്നെ 100 പ്രാവശ്യം വിളിച്ച് പോകാൻ പറ്റിയില്ല, അതിൻ്റെ ഇടയ്ക്ക് മരണമെല്ലാം വന്നു, നമുക്ക് അതിനകത്ത് പോകാൻ പറ്റത്തില്ല. കാരണം തിരുവഞ്ചൂർ വരെ എന്നെ പഞ്ചായത്ത് നമ്മുടെ ഈ പുതുപ്പള്ളി ടുഡേ എന്ന് പറയുന്ന ചാനൽ പലരും കരുതിയിരിക്കുന്നത് ഈ മലയാള മനോരമയുടെയൊക്കെ ചരമ പേജിൽ കൊണ്ട് ഈ പരസ്യം കൊടുക്കുമ്പോൾ അവർ ഫ്രീ ആയിട്ട് ഇടുന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് വിളിക്കുന്നുണ്ട്. 1 രൂപ പോലും ആരും പെട്രോൾ അടിക്കാനോ കാര്യത്തിനോ തരുന്നില്ല. ഇതിനൊക്കെ പുറകെ നടക്കുന്നതിനൊക്കെ ഒരുപാട് ചിലവുണ്ട്. നമ്മുടെ സ്വന്തം കയ്യിലെ പൈസ കൊടുത്ത് പെട്രോൾ അടിച്ചൊക്കെയാണ് ചിലപ്പം പോകുന്നതൊക്കെ. അതുകൊണ്ട് മിക്കവരുടെ കണക്കൂട്ട് എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമെന്നുള്ളത്. ഇവർക്കൊക്കെ മറ്റുള്ള കാര്യത്തിനൊക്കെ ചിലവാക്കാനും ഒക്കെ 1000-ങ്ങളും 10,000-ങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കൊരു 100 രൂപയുടെ പെട്രോൾ അടിച്ച് തരാൻ പോലും ഇവർക്ക് ആരുമില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട വാർത്തകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ മുഴുവൻ എല്ലാവരുടെയും വിചാരം നമ്മളെ കണ്ട് പഞ്ചായത്തിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, വന്ന് അതെടുത്താൽ തന്നെ ഇതെടുത്താൽ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ എടുത്താൽ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ എടുത്താൽ തന്നെ കോൺഗ്രസിൻ്റെ എടുത്താൽ തന്നെ BJPയുടെ എടുത്താൽ തന്നെ എനിക്കും കുടുംബവും കാര്യങ്ങളും പിള്ളേരും ഒക്കെ ഉള്ളതാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ പൈസ ചിലവുണ്ട്. ഇതിന് ചിലവ് പൈസ തരുന്നവരുടെ മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ സാധാരണ പുതുപ്പള്ളി ടുഡേ എന്ന ചാനലിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന 2 കാര്യം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പരാതിയും പഞ്ചായത്തിൻ്റെയും വീഡിയോ സർക്കാരിൻ്റെ ഇത് മാത്രമേ ഫ്രീ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അത്യാവശ്യം എല്ലാം പൈസ മേടിച്ച് തന്നെയൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ നെറ്റ് ചാർജ് ചെയ്യാനും നമുക്കത് ആരും സൗജന്യമായിട്ട് ആരും തരത്തില്ല. ഇതിനൊക്കെ പൈസ ചിലവുണ്ട്. അല്ലാതെ ഞാൻ അവിടെ നിൽക്കുകയാണ് ഇവിടെ നിൽക്കുകയാണ് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യം ഉള്ളപ്പോഴാണ് ഞാൻ പോകത്തുള്ളൂ. അത് നിങ്ങളവർക്ക് അഹങ്കാരം കൊണ്ടൊന്നും പറയുന്നതല്ല. നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. ഇതിന് കാര്യങ്ങൾ വണ്ടിക്ക് പെട്രോൾ അടിച്ചാലേ നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പൊന്നുമില്ല. ഇതൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത്. അപ്പം അവരെന്നോട് ദേഷ്യപ്പെട്ട ഇതാണ് അവരുടെ വീഡിയോ എടുത്തില്ലെന്ന്. ഞാൻ അറിയാത്ത കാര്യത്തിന് പിന്നെ എന്നോട് അവർ 2 പേരും പറയാത്ത കാര്യങ്ങൾ. ഇവർ 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. 2 പേരും വിളിച്ച സമയം ഞാൻ നിങ്ങളെ കാണിച്ചാണ്. അതുപോലെ ഈപ്പച്ചൻ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ, കുട്ടച്ചൻ വിളിച്ചില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം വെട്ടത്തുവലയിൽ ഇതുപോലെ തന്നെ പൈപ്പ് പൊട്ടിയപ്പോഴത്തേന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ആ വാർഡിൽ മെമ്പർ ഈപ്പച്ചനാണ്. ഏത് വാർഡിൽ ചെന്നാലും ആ വാർഡിലെ മെമ്പറെ ഞാൻ വിളിക്കാറുണ്ട്. ഈപ്പച്ചനെ വിളിച്ചപ്പോഴത്തേന് ഈപ്പച്ച ഇവിടം വരെ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി, ആ വീഡിയോ നിങ്ങൾക്കെല്ലാം അറിയാം, അവിടെ ജിയോയുടെ കേബിള് പൊട്ടി ആ വഴിയെല്ലാം നശിപ്പിച്ച വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഈപ്പച്ചൻ വന്നില്ല. ഞാൻ ആ വീഡിയോ അത് കഴിയുമ്പോൾ ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൈക്ക് മേലാതായിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് വരാഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈപ്പച്ചൻ സാരേ ഇല്ലെന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കൃത്യതയോടെ തന്നെ. അല്ലാതെ LDFൻ്റെ ആണോ UDFൻ്റെ ആണ്. ചിലർ പറയുന്നുണ്ട് നിന്റെ ചാനലിൻ്റെ പേര് മാറ്റാൻ മേലെ പുതുപ്പള്ളി ടുഡേ എന്നുള്ളത് ചാണ്ടിയമ്മൻ ആക്കാൻ മേലെന്ന് ചോദിച്ച്. നമ്മളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേരിടുന്നത് അച്ഛന്മാരാണല്ലോ. ഉണ്ടായി വളർന്നു കഴിയുമ്പോഴത്തേന് അച്ഛന്മാരെ ആരും മാറ്റാറില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവർ ഈ പേര് മാറ്റണമെന്ന് പറയുന്നവർ ചിലപ്പോൾ അവരൊക്കെ പിതാക്കന്മാരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ ചാനലിന് ഒരു പേരേ ഉള്ളൂ, പുതുപ്പള്ളി ടുഡേ ലൈവ്. അത് നിങ്ങൾ നൽകുന്ന ആ സ്നേഹം കൊണ്ടാണ് ഈ ചാനൽ, നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറുമില്ല. കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കമൻറ്റുകളും തെറിവിളികളൊക്കെ. അതൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ വിളിച്ചിട്ട് അവരുടെ ചെയ്തില്ല ഇവരുടെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒന്നും പുറകെ നടക്കാൻ നമ്മളെ കിട്ടത്തില്ല. നമ്മളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ചിലവുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പുറകെ പോകത്തുള്ളൂ. അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായിട്ട് ഞാൻ പോകത്തില്ല. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് വിളിച്ച് ഫോൺ സംഭാഷണം നടത്തിയത് 2 സ്ത്രീകളാണ്. അന്നേരം അവർ പറഞ്ഞത് നമുക്കെല്ലാം ഞാൻ അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ പറഞ്ഞപ്പം ചെറിയ പ്രയാസം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു മറുപടി പറഞ്ഞത്. അതുപോലെ ഒരുപാട് മെമ്പർമാരാണ് ഇന്ന് ഫുൾ ടൈം കഷ്ടപ്പെട്ടത്. 1-ാം വാർഡിലെ മെമ്പർ നിബു ജോർജ്, 3-ാം വാർഡിലെ മെമ്പർ നിമ്മി തോമസ്, 6-ാം വാർഡിലെ മിനി റജി, 7-ാം വാർഡിലെ അന്നമേഘറാം ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ 8-ാം വാർഡിലെ സിജോയും ഭർത്താവ് ബിനോയും ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ 14-ാം വാർഡിലെ കുഞ്ഞമ്മ എബ്രഹാം, 18-ലെ എലിയ മോലഹനൻ, അതുപോലെ 17-ലെ രഞ്ജു ചെറിയാന്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ലതാകുമാരി ശ്രീമാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജിനു കെ പോളെ, അതുപോലെ ജോബി, അവരെല്ലാം രാവിലെ തൊട്ട് ഫുൾ ടൈം ഇതിൻ്റെ കൂടെ നിന്നതാണ്. കാരണം അവർക്കെല്ലാം ഈ കുടിവെള്ള പ്രശ്നത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ അവരെല്ലാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര നേരം ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ടത്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് അവർക്കെല്ലാം 1000 അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമുക്കറിയാം പുതുപ്പള്ളിപ്പള്ളി തൊട്ട് പുതുപ്പള്ളി കവല വരെ എത്രയോ വർഷം പഴക്കമുള്ള പൈപ്പാണ് ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട കാര്യമാണ്.
ഇത് കണ്ടോ, ഒരാൾ താഴ്ചയിലാണ് കുഴി എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ റോഡ് BMBC നിലവാരത്തിലൊക്കെ ആയപ്പോഴത്തേന് മണ്ണടിച്ചൊക്കെ പൊക്കിയപ്പോഴത്തേന് ഇതിനടി കൂടെ പോകുന്നത് പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, കേബിള് പോകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ റോഡിന്റെ സൈഡിൽ കൂടെ ആയിരുന്നു അന്ന് ഇട്ടിരുന്നത്. എങ്കിലും റോഡിന് വീതി കൂട്ടിയപ്പോഴത്തേന് ഇതൊക്കെ നടുക്കായി പോയതാണ്. ഇപ്പം ഈ ചെയ്ത പണി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പണിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് പൈപ്പ് പൊട്ടാം. കാരണം ഇത്രയും വർഷമുള്ള പൈപ്പിൻ്റെ അകത്തോടെ പ്രഷർ കൂടുതൽ വെള്ളം വരുമ്പോൾ അത് പൊട്ടും. പിന്നെ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ റോഡുകളിൽ പണ്ട് പോകുന്ന പോലെയുള്ള ചെറിയ ലോറികളൊന്നും അല്ല പോകുന്നത്. 20-24 വീലുള്ള ടോറസുകളൊക്കെ ഒരു ഏറെക്കുറെ 50-60 ടണ്ണ് ഭാരം വഹിച്ചുകൊണ്ടാണ് ഈ റോഡുകളിൽ പോകുന്നത്. ആ സമയത്തൊക്കെ പൈപ്പ് പൊട്ടും. അപ്പോൾ ഇതിനൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ഇത്. ഇപ്പോൾ ഇതൊക്കെ ഇത് മാറി പുതിയ പൈപ്പ് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇട്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം, പുതുപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലും ഇതുപോലെ പേരൂരിൽ നിന്ന് പമ്പ് ചെയ്യുന്നതും ഇതൊക്കെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുതുപ്പള്ളിയിൽ വെള്ളമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പം പുതിയ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഈ കുടിവെള്ള പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഒരുപാട് മെമ്പർമാർ പാതിരാത്രിയിൽ ഈ ഏറെക്കുറെ 9 മണിയോളം വരെ ഈ ഫുൾ ടൈം ഈ ഇന്നത്തെ ചൂട് നിങ്ങൾക്കറിയാം, എല്ലാവരും വേർത്ത് കുളിച്ച രാവിലെ തൊട്ട് നിന്ന് അതുപോലത്തെ ചൂടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണി ചെയ്ത മറ്റേ മോഹൻ എന്ന് പറഞ്ഞ് അതെൻ്റെ ഒരു അയൽവാസിയും കൂടെയാണ്. പുള്ളിയൊക്കെ ഒരുപാട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്. പുള്ളിക്ക് ഇതിൻ്റെ കാരണം പൈപ്പ് പൊട്ടിയതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് അവർക്കറിയാം. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡൻ്റായിട്ടിരുന്ന EK പ്രകാശൻ ഉണ്ടായിരുന്നു, സാം കെ വർക്കി വന്നായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സമയത്തെല്ലാം വന്നു. അതുപോലെ ബ്ലോക്ക് മെമ്പറായ ജിനൂക്ക പോളൊക്കെ ഇവിടെ വന്ന് ഒരുപാട് സമയം. അതുപോലെ ജോബി ഒക്കെ, ജോബി മുൻ മെമ്പറായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഈ വാർഡിലെ ഇതിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും ഓടി നടക്കുകയും അതുപോലെ ഇതിനെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ പൗലോസ് അദ്ദേഹവും ഇവിടെ വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ട സഹായങ്ങളെല്ലാം അവരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ കഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരെ മറന്നതല്ല, ഇതിനുണ്ടായ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ടത് എന്നൊക്കെ. എന്നെ വിളിക്കാത്ത ഒരു കാര്യത്തിനും ഞാൻ അറിയാത്ത ഒരു കാര്യത്തിനും ഇതിൻ്റെ അകത്ത് പഴി കേൾക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത് ചെയ്യുന്നത്. ഏറെക്കുറെ ഇതിൻ്റെ പണിയെല്ലാം പൂർത്തി ചെയ്തുകൊണ്ട് പുതിയ പൈപ്പ് ഇട്ടു. അതിനുശേഷം മണ്ണിട്ട് ഇനി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വാഹനങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഉണ്ടോ, ഒരാൾ താഴ്ചയുള്ള കുഴിയിൽ നിന്നാണ് ഈ പൈപ്പിൻ്റെ വർക്കുകൾ മുഴുവൻ തീർത്തത്. അപ്പം നാളെ തന്നെ എല്ലാ വാർഡിലും വെള്ളം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളും, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. അത് ഇന്നൊരു വലിയൊരു ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. കാരണം എല്ലാ മെമ്പർമാരും അടക്കം എല്ലാവരും വന്ന് അതുപോലെ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ പണി തീർത്തത്. അല്ലെങ്കിൽ ഇത് ഒരാഴ്ചത്തേന് വീണ്ടും കിടക്കും. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും PWD ഓഫീസിലും AC-ക്കകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് കുടിവെള്ളത്തിൻ്റെ വില അവർക്കറിയത്തില്ല. അത് ഒരു കുടം വെള്ളമെങ്കിലും ചുമന്നവന് മാത്രമേ ഈ കുടിവെള്ളത്തിൻ്റെ വില എന്താണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണത്തുള്ളൂ. അതുപോലെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അതിന് ഉന്നത അധികാരികളിൽ നിന്നുള്ള ഇടപെടൽ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം അവരുടെ പുറകെ നടക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനസേവകരാണ് ഈ ഉദ്യോഗസ്ഥർ. അതിപ്പം നേരെ മറിച്ചാണ് ഇപ്പം അവർ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പുതിയ ഭരണകൂടം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് റോഡിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു 1000 അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരുപാട് മെമ്പർമാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ പ്രയത്നത്തെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണത്തില്ല. കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർ നാളെ നമുക്ക് വേണ്ടി നിലകൊള്ളത്തുള്ളൂ. അതുപോലെ ആരൊക്കെ മാറി മാറി വന്നാലും ആ ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പുതുപ്പള്ളി ടുഡേ ലൈവ് ചാനൽ. അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലായിട്ട് നിൽക്കാനല്ല. ഓരോ ഭരണസമിതി വരുമ്പം അവരായിരിക്കും പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ പഞ്ചായത്തിലെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ചാനലിൻ്റെ ധർമ്മം. അതനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. പിന്നെ തെറി പറയുന്നവർ എന്നും തെറി പറഞ്ഞുകൊണ്ടിരിക്കും.
കുറ്റം പറയുന്നവരെന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പം ഏറെക്കുറെ നമുക്കറിയാം, പുതുപ്പള്ളി ടുഡേ എന്ന ചാനൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടെ ഒരു നിമിഷം 1.25 ലക്ഷം ആൾക്കാരാണ് കാണുന്നത്. അതുകൂടെ ഇൻസ്റ്റഗ്രാമിലും അടക്കം എല്ലാവരും കാണുമ്പോൾ ഏറെക്കുറെ 2 ലക്ഷം പേരോളമാണ് ഒരു സെക്കൻഡിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട്. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പം ഏറെക്കുറെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ ഉറപ്പിച്ചു. പക്ഷേ അവിടുത്തെ ഡിവൈഡറൊന്നും മാറ്റിയില്ല. രാത്രിയിൽ ഇനി ആരെങ്കിലും വന്നാൽ കുഴിക്കകത്ത് വീണ്ടെന്ന് കരുതിയാണ്. നാളെ രാവിലത്തേന് അവിടുത്തെ ഡിവൈഡറും എല്ലാം മാറ്റി ഗതാഗതം നല്ല രീതിയിൽ തന്നെ പോകും, എന്നാലേ ഉറക്കത്തുള്ളൂ.